ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്നിപ്പോൾ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു അടിപൊളി മസാല ചായയുടെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ ഇവിടെ 4 ചായക്കുള്ള അളവാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുകയെന്ന് നമുക്ക് നോക്കാം. ഇതിനായിട്ട് ഞാൻ 2 കഷ്ണം പട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ പട്ട വലിയ കഷ്ണം ആവരുത്, ചെറിയ 2 കഷ്ണം എടുത്തിരിക്കുന്നത്. നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ പട്ടയുടെ അളവ് കൂടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചായക്കൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, ഒരു കുത്തൽ പോലെ തോന്നും. അതുകൊണ്ട് തന്നെ ചെറിയ 2 കഷ്ണം പട്ട എടുത്താൽ മതി. പിന്നെ ഒരു 2 കഷ്ണം ഗ്രാമ്പൂ, അതുപോലെ ഒരു 4 ഏലക്ക, പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി. ഇനി നമുക്കിതെല്ലാതും കൂടി ഇട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ അതെല്ലാതും കൂടി ഒന്ന് ചതച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നമുക്ക് ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തീയൊന്ന് കത്തിച്ച് കൊടുക്കാം. ഇപ്പം ഞാൻ 4 ഗ്ലാസ് ചായക്കുള്ള അളവാണ് പറയുന്നത്. അപ്പം ഞാൻ 1 ഗ്ലാസ് വെള്ളവും 3 ഗ്ലാസ് പാലുമാണ് എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളം എടുക്കാം. ഇപ്പം എൻ്റെ പാലിന് കുറച്ച് കട്ടി കുറവാണ്, അതുകൊണ്ടാണ് ഞാൻ 3 ഗ്ലാസ് പാലെടുത്തിരിക്കുന്നത്. നമ്മുടെ പാലിന് കട്ടി കുറവാണെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് പൊടി ഇട്ട് കൊടുക്കണം. തേയിലപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ 4 ടീസ്പൂൺ തേയിലപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 ഗ്ലാസ്സിന് 1 ടീസ്പൂൺ മതിയാവും. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചോട്ടെ. ഇപ്പം നമ്മുടെ വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാലൊഴിച്ച് കൊടുക്കണം. അപ്പം ഞാൻ ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് വെച്ചിട്ടുള്ളതാണ്. നല്ല ചൂടോടുകൂടെ തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം 3 ഗ്ലാസ് പാലൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പം ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് കറക്റ്റ് അളവാണ് കേട്ടോ, കൂടുതലും ഇല്ല മധുരം, അതുപോലെ തന്നെ കുറവും ഇല്ല. അപ്പോൾ ഇതൊന്ന് ഇനി തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ചായയൊക്കെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് സിമ്മിൽ വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോഴേ നമ്മുടെ ചായക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് അരിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇതുപോലെ 3-4 പ്രാവശ്യം ഒന്ന് ആറ്റിയെടുക്കാം. അപ്പോഴേ നമ്മുടെ ചായ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി നമുക്കിത് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മസാല ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബായ്.